പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാല ഫെയ്ത്ത് ലൈറ്റ് മീഡിയ ഈ ഒരു ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാ നല്ല അനുഭവങ്ങളെ കൊണ്ട് നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ അതിമഹത്തായ പ്രവൃത്തി വെളിപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ദൈവിക ചിന്ത അടഞ്ഞ വാതിലിനെ തുറക്കുന്ന സർവശക്തനായ ദൈവം. അടഞ്ഞ വാതിലിനെ തുറക്കുന്ന സർവശക്തനായ ദൈവം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല വാതിലുകളും അടയപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് നന്മയുടെ വാതിലുകളാകാം, ആരോഗ്യത്തിൻ്റെ വാതിലുകളാകാം, ജോലി മേഖലകളുടെ വാതിലുകളാകാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് പുറമോട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ പല മേഖലകളിലും വാതിലുകൾ അടയപ്പെട്ട, ലഭിച്ചുകൊണ്ടിരുന്ന ഓരോ അനുഭവങ്ങളുടെയും വാതിലുകൾ അടയപ്പെട്ട സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും. എന്നാൽ സർവശക്തനായ ദൈവം വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു, അടഞ്ഞ വാതിലിനെ തുറക്കുന്ന സർവശക്തനായ ദൈവം. അടയപ്പെട്ട വാതിലുകളെ തുറക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വാതിലുകൾ അടയപ്പെട്ടു എന്ന് നാം ചിന്തിച്ച് പരിഭവിച്ച് മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടതാണ്. ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ജീവിത മേഖലയിൽ അടഞ്ഞുപോയ വാതിലുകളെ ദൈവാത്മാവ് അവിടെ തുറക്കുവാനിടയായിത്തീരും. അതേത് മേഖലയിലുള്ള വാതിലുകളാണെങ്കിൽ പോലും സർവശക്തനായ ദൈവം അതിനെ തുറന്ന് മാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിനാധാരമായിട്ട് ഞാനൊരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-8 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ തുറക്കുന്നത് ആരും അടയ്ക്കുകയില്ല, അവൻ അടയ്ക്കുന്നത് ആരും തുറക്കുകയുമില്ല. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു തുറന്ന വാതിൽ വെച്ചിരിക്കുന്നു. സർവശക്തനായ ദൈവം വ്യക്തമായി ദൂത് വിളിച്ചു പറയാം, ആമേൻ. അവൻ തുറക്കുന്നത് ആരും അടയ്ക്കുകയില്ല. സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ആ വാതിൽ ഒരു ശത്രുവിനും അത് അടയ്ക്കാൻ കഴിയത്തില്ല. അടയ്ക്കാൻ ശത്രുവാകുന്ന എത്രത്തോളം പദ്ധതി ഒരുക്കിയാലും, നിനക്ക് ചുറ്റും എത്രത്തോളം ശക്തികൾ ഉയർന്നാലും, ദൈവാത്മാവ് നിന്റെ മുമ്പിൽ തുറന്നിരിക്കുന്ന വാതിലിനെ അടയ്ക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ഒരുപക്ഷെ താൽക്കാലികമായ പീരീഡിൽ വാതിൽ അടച്ചേക്കാം. അതിനാധാരമായിട്ട് ഞാൻ ഒരു ചിന്തയും കൂടി വായിക്കുകയാണ്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 5 മുതലുള്ള വാക്യത്തിൽ 10 വരെയുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, പത്രോസിന്റെ തടവറയുടെ വാതിൽ തുറക്കപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. താൽക്കാലികമായിട്ട് ഒരുപക്ഷെ നിന്റെ മുന്നിലുള്ള വാതിലുകൾ ശത്രുവാകുന്നവൻ അടച്ചേക്കാം. അത് നന്മയുടെ വാതിലായിരിക്കാം, ആരോഗ്യത്തിന്റെ വാതിലായിരിക്കാം, സമാധാനത്തിന്റെ വാതിലായിരിക്കാം, ജോലി സാധ്യതയുടെ വാതിലായിരിക്കാം, ആമേൻ, ട്രാൻസ്ഫറിന്റെ വാതിലായിരിക്കാം, പ്രൊമോഷന്റെ വാതിലായിരിക്കാം, സാലറി വർധനവിന്റെ വാതിലായിരിക്കാം. ഒരുപക്ഷെ ശത്രുവിന് താൽക്കാലികമായിട്ടും വാതിലിനെ അടയ്ക്കാൻ സാധിച്ചേക്കാം. എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി ഒടയ തമ്പുരാൻ തുറന്ന വാതിലാണെങ്കിൽ ശത്രുവിന് എന്നേക്കും ആ വാതിൽ അടയ്ക്കാൻ കഴിയത്തില്ല എന്ന ഒരു ചിന്തയാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുവാനിടയായി തുറന്നത്. ഇവിടെ പത്രോസിന്റെ ജീവിതത്തിൽ ആമേൻ ദൈവാത്മാവ് തുറന്ന ചില വാതിലുകളാണ് തന്റെ മുമ്പിൽ ഉണ്ടായത്. എന്നാൽ ചില സാഹചര്യത്തിന്റെ നടുവിൽ തന്റെ സഹോദരൻ യാക്കോബിനെ കൊന്നത് ജനത്തിന് ഇഷ്ടമാണെന്ന് കണ്ട് പത്രോസിനെ തടവിലാക്കി, കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ ഒതുക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കൊന്നുകളയുവാൻ, തന്റെ ഭാവിയെ മുടിച്ചു കളയുവാൻ ശത്രുവാകുന്നവൻ താൽക്കാലികമായി കാരാഗ്രഹത്തിൽ ഒതുക്കിയെങ്കിലും ദൈവം തുറന്ന വാതിൽ ഒരു മനുഷ്യനും അടയ്ക്കാൻ കഴിയത്തില്ല എന്ന് ആ അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ ഒതുക്കപ്പെട്ട പത്രോസിന്റെ ജീവിതത്തിലും പ്രാർത്ഥിക്കുന്ന പത്രോസിന്റെ ജീവിതത്തിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു സഭ ഒരുക്കപ്പെട്ടപ്പോൾ ദൈവാത്മാവ് കാരാഗ്രഹത്തെ തുറക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. താൽക്കാലികമായി
കാരാഗ്രഹത്തിനകത്തളത്തിൽ ഒതുക്കി കാവലുകൾ, പല കാവലുകളെ നിർത്തി. 1-ാം കാവൽ, 2-ാം കാവൽ, 3-ാം കാവൽ, പട്ടണത്തിന്റെ ഇരുമ്പ് വാതിൽ എന്ന അവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 3 കാവലിന്റെ അകത്തളത്തിൽ പടയാളികളാൽ കാവൽ നിർത്തിയെങ്കിലും സർവശക്തനായ ദൈവം കാരാഗ്രഹത്തിന്റെ വാതിലിനെ തുറന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണമിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിക്കാലം ദൈവിക ദൂത് ഞാൻ വിളിച്ചു പറയാം. ഒരുപക്ഷെ നിന്റെ നന്മയുടെ വാതിൽ അടച്ചേക്കാം, നിന്റെ ആരോഗ്യത്തിന്റെ വാതിൽ അടച്ചേക്കാം, നിന്റെ ട്രാൻസ്ഫറിന്റെ വാതിൽ അടച്ചേക്കാം, നിന്റെ സാലറി വർധനവത്തിന്റെ വാതിൽ അടച്ചേക്കാം. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈതല്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവവൈതല്, എന്നേക്കുമായി നിന്റെ വാതിലുകളെ അടയ്ക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. സർവശക്തനായ ദൈവം നിന്റെ വാതിലിനെ തുറന്ന് മാനിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. യെശയ്യാ പ്രവാചന പുസ്തകം 45-ാം അധ്യായം 1-2 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്റെ മുമ്പിൽ വാതിലുകൾ തുറക്കും, ഇരുമ്പ് വാതിലുകൾ തകർക്കുവാനിടയായിത്തീരും. യെശയ്യാ പ്രവാചന പുസ്തകം 45:1-2 വാക്യങ്ങൾ വായിക്കുന്നു, ഞാൻ നിന്റെ മുമ്പിൽ വാതിലുകൾ തുറക്കും, ഇരുമ്പ് വാതിലുകൾ തകർക്കപ്പെടുവാനിടയായിത്തീരും. നിന്റെ മുമ്പിലുള്ള ഏത് ഇരുമ്പ് വാതിലാണെങ്കിലും ഒരുപക്ഷെ നീ ചിന്തിച്ചേക്കാം, ഇരുമ്പ് വാതിലാണല്ലോ, ഇതൊരിക്കലും തുറക്കപ്പെടത്തില്ല, ഇതിൽ നിന്ന് മുന്നോട്ട് കടന്നു പോകാൻ കഴിയത്തില്ല, ഇനി ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല എന്ന് ഒരുപക്ഷെ നീ ചിന്തിച്ചേക്കാം. എന്നാൽ സർവശക്തനായ ദൈവം ദൂത് വിളിച്ച് പറയുന്നു, ഏത് ഇരുമ്പ് വാതിലാണെങ്കിലും അതിനെ തുറന്ന് നിന്നെ മാനിക്കുന്ന സർവശക്തനായ ദൈവം. ഒന്നുകൂടെ ദൂത് വിളിച്ച് പറയാം, ശത്രുവിന്റെ പ്രവർത്തനം എത്ര ശക്തമാണെങ്കിലും അതിനെ ഉടച്ചു മാറ്റി നിനക്ക് വേണ്ടി വാതിലിനെ തുറന്ന് ഒരു പുതിയ അനുഭവത്തിലേക്ക് നിന്നെ മാനിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. ആ പുതിയ അനുഭവത്തിലേക്ക് മുന്നേറുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ഉടയ തമ്പുരാന്റെ സമയ തിരുസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്ത പ്രത്യാശയിൽ മുന്നോട്ട് പോകാം. ഈ ചിന്തകളാൽ സർവശക്തനായ ദൈവം നിന്നെ മാനിക്കുമാറാകട്ടെ. സ്തോത്രം.